بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا نبينا ومولانا محمد وعلى آل سيدنا نبينا ومولانا محمد وبارك وسلم عليه اللهم صل على سيدنا نبينا ومولانا محمد وعلى آل سيدنا نبينا ومولانا محمد وبارك وسلم عليه اللهم صل على سيدنا نبينا ومولانا محمد وعلى آل سيدنا نبينا ومولانا محمد وبارك وسلم عليه وصل على جميع الأنبياء والمرسلين والحمد لله. ബഹുമാനരായ സിൽസില നൂരിയ കേരളയുടെ സംസ്ഥാന അധ്യക്ഷൻ മൗലാന യൂസുഫ് നിസാമി ഷാ സുഹൂരി മഹാനവർകളെ, സിൽസില നൂരിയ സംസ്ഥാന ജനറൽ സെക്രട്ടറി നവാസി ഷാ സുഹൂരി അലി മുസ്ലാർ അവർകളെ, സിൽസില നൂരിയ തെക്കൻ മേഖല അമീർ CM അബ്ദുൽ ഖാദർ മുസ്ലിയാർ, PT ഹുസൈൻ ബാക്കവി മുസ്ലിയാർ, പെരുവൽ മെയ്തീൻകുട്ടി മുസ്ലിയാർ, കരുവാരക്കുണ്ട് കെ മൂസ മുസ്ലിയാർ തുടങ്ങി സ്റ്റേജിൽ ഉപേക്ഷിച്ചയക്കുന്ന ബഹുമാനിരായ ഖുലഫ നേതാക്കളെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നാട്ടുകാർ, അപ്പുറത്ത് ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, ഇവിടെ ബഹുമാനായ നൂറുല്ലാ ഷാ നൂരി നഗറിൽ സംവിധാനിച്ചിരിക്കുന്ന ഈ സമ്മേളനം സാധാരണ നമ്മൾ നടത്തുന്ന തരീഖ സമ്മേളനത്തിൻ്റെ അതോടുകൂടെ തന്നെ ഒരു പ്രത്യേക സവിശേഷമായ സാഹചര്യത്തിലാണ് ഈ സമ്മേളനം ഇവിടെ വിളിച്ചുകൂട്ടിയിരിക്കുന്നത്. നമുക്കറിയാം, 20ാം നൂറ്റാണ്ട് കണ്ട ആത്മീയ പരിഷ്കർത്താവ്, ഹൈദരാബാദിലെ സയ്യിദ് അഹമ്മദ് മുഹിയുദ്ദീൻ നൂരി ഷാ തങ്ങൾ കേരളത്തിൽ വന്ന് ആ വന്നതിൻ്റെ 75 വർഷം പിന്നിട്ടതിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായാണ് ഈ വേദി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട നൂരി ഷാ തങ്ങൾ കേരള ചരിത്രത്തിൽ അറിയപ്പെടുന്നൊരു വ്യക്തിത്വമാണ്. കേരള മുസ്ലിം സമൂഹത്തിന്, പ്രത്യേകിച്ചും സുന്നത്ത് ജമാഅത്തിൻ്റെ മേഖലകളിലും സയ്യിദ് നൂരി ഷാ തങ്ങൾ ചെയ്ത സംഭാവനകൾ അതെപ്പോഴും വിളങ്ങി നിൽക്കുകയാണ്. സയ്യിദ് നൂരി ഷാ തങ്ങൾ ഇവിടെ വന്നതല്ല, കൊണ്ടുവരപ്പെട്ട മഹാനാണ്. നമുക്കറിയാം, 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ആ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അന്ന് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ് കാലത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പള്ളിക്കൂടങ്ങൾ, ഊത്ത് പള്ളിക്കൂടങ്ങൾ, അവിടെ രണ്ട് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. ഒന്ന് ഊത്തും ഖുറാനോത്തും മതപാഠശാലയും സ്കൂൾ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യ ഗവൺമെൻറ് ഒരു നയം പ്രഖ്യാപിച്ചു. ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത സ്ഥാപനങ്ങളിൽ, സ്കൂളുകളിൽ സ്കൂളായിട്ടും കൺവേർട്ട് ചെയ്യപ്പെട്ടു. ഇതിന് ശേഷം അപ്പോൾ ആ സ്കൂളുകളിൽ മതപഠനം പാടില്ല എന്ന് പറഞ്ഞപ്പോൾ മറ്റൊരു സംവിധാനം ആലോചിക്കേണ്ടി വന്നു. നമ്മുടെ കേരളത്തിലെ പണ്ഡിത മഹത്തുക്കൾ കൂടി ആലോചിച്ച് ദീൻ പഠിപ്പിക്കാൻ വേണ്ടി പ്രത്യേക സ്ഥാപനം ഉണ്ടാക്കാൻ തീരുമാനിച്ചു, മദ്രസ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ തുടങ്ങിയ കാലഘട്ടമാണ്. ഏകദേശം അങ്ങനെ തീരുമാനമെടുത്തു. അതിൽപ്പെട്ട ഒരു ആദ്യഘട്ടത്തിൽ ആരംഭിച്ചൊരു മദ്രസ വടകര ബുസ്താനുൽ മദ്രസ, വടകരയാണതുണ്ടായത്. അതിൻ്റെ വാർഷികാഘോഷത്തിന് ബിൽഡിംഗ് ഉദ്ഘാടനമുണ്ട്, വാർഷികാഘോഷമുണ്ട്. അപ്പോൾ സമസ്ത മുഷാവറ നേതാക്കന്മാർ ആലോചിച്ചു, ഇങ്ങനെ ഒരു വാർഷികാഘോഷം നടക്കുമ്പോൾ മദ്രസ പ്രസ്ഥാനം പിച്ച വെക്കുന്നേ ഉള്ളൂ, വ്യാപകമായിട്ടില്ല. കാരണം ഊത്തുപള്ളികൾ മാത്രം ഒതുങ്ങിക്കൂടുന്ന സമ്പ്രദായമാണ് എപ്പോഴും കേരളത്തിലുണ്ടായിരുന്നത്.
ആ മദ്രസ പ്രസ്ഥാനം മുസ്ലിം കേരളത്തിന് മുഴുവൻ വ്യാപിക്കപ്പെടണം. അപ്പം അതിനത് ജനശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമ്പം ഒരു മഹാനായ വ്യക്തിത്വത്തെ അവിടെ കൊണ്ടുവരണമെന്ന് ആലോചിച്ചു. കേരളത്തിൽ പ്രഗത്ഭരില്ലായിട്ടല്ല, നമുക്കറിയാം അന്നത്തെ കേരളത്തിൽ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർക്ക് പ്രഗത്ഭരായ ആൾക്കാരുള്ള കേരളമാണെന്ന്. സയ്യിദ് അബ്ദുറഹ്മാൻ വാഫിക്ക് തങ്ങളിവിടെ ഉണ്ട്, പാണക്കാട് PMS പൂക്കോ തങ്ങളുണ്ട്. അങ്ങനെ പ്രഗത്ഭർ വിളങ്ങി നിൽക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അവർ ചിന്തിച്ചത് കാര്യം വിശിഷ്ടമായ ഒരു വ്യക്തിത്വത്തെ ഇവിടെ കൊണ്ടുവരണം. എന്തിനു വേണ്ടി? മദ്രസാ പ്രസ്ഥാനത്തിൻ്റെ വളർച്ച ഉണ്ടാക്കാൻ വേണ്ടി. അങ്ങനെയാണ് അവർ ആലോചിച്ച് തീരുമാനിച്ച് കൊണ്ടുവന്ന വ്യക്തിത്വമാണ് ഹൈദരാബാദുകാരനായ നൂർഷാ തങ്ങൾ. നൂർഷാ തങ്ങൾ 1951 വടകര ബുസ്താനുൽ മദ്രസയുടെ വാർഷിക സമ്മേളനത്തിന് കൊണ്ടുവന്നു. ആ കൊണ്ടുവന്നതിന് ശേഷം 75 വർഷം പിന്നിട്ടു. സയ്യിദ് നൂർഷാ തങ്ങൾ വന്നതിന് ശേഷം ഇവിടെ കേരളത്തിലെ മാറ്റം എന്താണ്? അതാണ് പഠിക്കാൻ മാത്രം വിശാലമായൊരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ആ ചരിത്രം സമുദായത്തിൽ ഉണർത്തേണ്ടതുണ്ട്. ആരാണ് സയ്യിദ് നൂർഷാ തങ്ങൾ? മഹാനായ ഇന്ത്യ കണ്ട പ്രഗത്ഭനായ ഒരു ആത്മീയ ഗുരുവാണ് നൂർഷാ തങ്ങൾ. ഇന്ത്യയിൽ മാത്രം ഒതുങ്ങിയിട്ടില്ല, വിദേശ 40ഓളം രാഷ്ട്രങ്ങളിൽ സിൽസിലയുള്ള മഹാനായ ഒരു ആത്മീയ ഗുരു. ആ മഹാനെ തിരിച്ചറിഞ്ഞപ്പോൾ ഇവിടുത്തെ പണ്ഡിതന്മാർ, സമസ്ത കേരള ജമിയത്തുകളുടെ പ്രമുഖരായ പണ്ഡിതന്മാർ, അന്നത്തെ പ്രസിഡന്റ് അബ്ദുൽ ബാരി മുസ്ലിയാർ, സെക്രട്ടറി പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ, ഇവരൊക്കെയുള്ള നേതൃത്വം, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ, സയ്യിദ് പാണക്കാട് PMS പൂക്കോ തങ്ങൾ, ഈ ആത്മീയ നേതൃത്വമൊക്കെ ആലോചിച്ച് കൊണ്ടുവന്ന മഹത്വമാണ് സയ്യിദ് നൂർഷാ തങ്ങൾ. അങ്ങനെ കൊണ്ടുവന്നു. 1950 വടകര സമ്മേളനം സംസാരിച്ചു. ഒരൊറ്റ സംസാരത്തോടു കൂടി ആ ആത്മീയ വ്യക്തിപ്രഭാവത്തെ തിരിച്ചറിഞ്ഞ പണ്ഡിതന്മാർ, കേരളത്തിലെ പണ്ഡിതർ മുഖറബിയ പണ്ഡിതർ മുഴുവനും ശൈഖുനാ തങ്ങൾ ബയ്യത്ത് ചെയ്ത് ഈ സിൽസിലയിൽ പ്രവേശിച്ചു, തരീഖത്തെ പ്രവേശിച്ചു. നൂരിൽ പ്രവേശിച്ചു പണ്ഡിതന്മാർ. പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ, പിറ്റേന്ന് രാവിലെ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ ശൈഖുനായൻ്റെ സ്വീകരണം കൊടുത്തു. കുറ്റിച്ചിറ സ്വീകരണം കൊടുത്തു. ആ സ്വീകരണ സമ്മേളനത്തിൽ ശൈഖുനാ തങ്ങളെ പരിചയപ്പെടുത്തി കൊടുത്ത ആരാണ്? കേരളത്തിലെ ഖായിദുൽ ഖൗം, കേരളത്തിലെ ആത്മീയ നേതാവ് ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളാണ് സയ്യിദ് നൂർഷാ തങ്ങളെ ആ സദസ്സിന് പരിചയപ്പെടുത്തി കൊടുത്തത്. ആ യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചത് അന്നത്തെ കാലത്ത് സമസ്തൽ അന്ന് സുന്നി കേരളത്തിൽ അറിയപ്പെടുന്ന പണ്ഡിതൻ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാറാണ്. ശൈഖുനാ തങ്ങളുടെ ഉറുദു പ്രസംഗം ആ കുറ്റിച്ചിറ ആ സമ്മേളനത്തിൽ പരിഭാഷപ്പെടുത്തിയത് ഷംസുൽ ഉലമ AK അബൂബക്കർ മുസ്ലിയാറാണ്. ആ പ്രസംഗം കഴിഞ്ഞ്, പരിഭാഷ കഴിഞ്ഞ് കോഴിക്കോട് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ പാണ്ഡ്യാലയിൽ വിശ്രമിക്കുന്ന ശൈഖുനാ തങ്ങളെ എടുത്തു ചെന്ന് AK അബൂബക്കർ മുസ്ലിയാർ ബയ്യത്ത് ചെയ്തു, സിൽസിലയിൽ പ്രവേശിച്ചു, തരീഖത്തുകാരനായി പ്രവേശിച്ചു. അങ്ങനെ ചരിത്രം തുടങ്ങുകയാണ്. അതിനെ കിടക്കുകയല്ല, പറയുകയാണെങ്കിൽ ഒരുപാട് സമയം പിടിക്കും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച അവിടെയൊക്കെ എവിടെയൊക്കെ ചെന്നോ അവിടെയൊക്കെ തന്നെ ദീനിൻ്റെ പ്രഭാവം ഉയർത്തി കാണിച്ചുകൊണ്ട് എത്രയോ ആയിരക്കണക്കിന് ജനസഞ്ചയത്തെ ദീനിൻ്റെ ആൾക്കാരായി മാറ്റിയ, അള്ളാഹുവാലയാക്കി മാറ്റിയ മഹാരഥനാണ് സയ്യിദ് നൂർഷാ തങ്ങൾ. ആയിരക്കണക്കിന് പേര് അതിൽ വരും. എത്രയോ പണ്ഡിതന്മാർ ബയ്യത്ത് എന്ന് മാത്രമല്ല, സമസ്ത കേരള ജമിയത്തുൽ ഉലമ പണ്ഡിതന്മാർ തന്നെ സയ്യിദ് നൂർഷാ തങ്ങളെ കേരളം മുഴുവൻ എഴുന്നള്ളിക്കുകയുണ്ടായി. 953 വന്ന ശൈഖുനാ തങ്ങൾ അടുത്ത് പിന്നെ വരും 953 മാലിക് ദിനാർ നഗറിലാണ്, കാസർഗോഡ്. കൊണ്ടുവന്നത് ആരാണ്? തരീഖത്തുകാരുടെ സമസ്തക്കാർ തന്നെയാണ്. 955 തലശ്ശേരി തരീഖത്ത് കോൺഫറൻസ് നടന്നു. ആരാ സംഘടിപ്പിച്ചത്? സമസ്ത തന്നെയാണ്. സമസ്ത കേരളത്തെ സുന്നി യുവജന സംഘം രൂപീകരിക്കപ്പെട്ടു. ആ സുന്നി യുവജന സംഘത്തിൻ്റെ പ്രഥമ പ്രസിഡന്റായി വന്നത് ഷൈഖുനായുടെ ഖലീഫ ബഹുമാനപ്പെട്ട കുട്ടി ഹസൻ ഹാജിയാണ്. അദ്ദേഹം സെക്രട്ടറിയായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. സുന്നി ടൈംസ് സ്ഥാപിച്ചത്, കൊണ്ടു നടന്നത്, അതിൻ്റെ പബ്ലിഷർ, അതിൻ്റെ മാനേജിംഗ് എഡിറ്റർ ഷൈഖുനായുടെ ഖലീഫ കുട്ടി ഹസൻ ഹാജി. ഇങ്ങനെ എത്ര ചരിത്രം പറയുകയാണെങ്കിൽ നീണ്ടുപോകും. മാത്രമല്ല 963 ഇപ്പോൾ കാസർഗോഡ് ചരിത്രം ഇവിടെ പറയാനുള്ള കാരണമുണ്ട്. ശൈഖുനാ തങ്ങൾ കൊണ്ടുവന്ന സ്ഥാപനങ്ങൾ, ശൈഖുനാ തങ്ങളുടെ സംഭാവനകൾ മറച്ചു വെക്കുന്ന അല്ലെങ്കിൽ പൂഴ്ത്തി വെക്കുന്ന ഒരു പ്രവണത ഇവിടെ കാണുന്നുണ്ട്. ആ പ്രവണത അതുകൊണ്ടാണ് ഇത് അള്ളാഹിൻ്റെ തീരുമാനമാണ്. അള്ളാഹിൻ്റെ വലിയനെ
അവൻ ഉയർത്തിക്കാണുന്നത് അള്ളാഹ് തന്നെയാണ്. ഈ സമ്മേളനം ഈ ഒരു പ്ലാറ്റിനം ജൂബിലിയും നമ്മൾ ആലോചിച്ചുണ്ടാക്കിയതല്ല, എങ്ങനെ വന്നുകൂടിയ ഒരു സംഭവം തന്നെയാണ്. കാരണം അവൻ്റെ ഔലിയാക്കളെ, അള്ളാഹിൻ്റെ ഔലിയാക്കളെ അവൻ ഏത് കാലത്ത് ഉയർത്തിക്കാണിക്കും. എത്രമാത്രം അവരെ താഴ്ത്തിക്കെട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടോ, പണിപ്പെടുന്നുണ്ടോ, അത്രമാത്രം അവർ ഉയരത്തിലേക്ക് ഉയർന്നു വരുന്നൊരു തെളിവാണ്. ഇന്നലെ പെരിന്തൽമണ്ണ ഗംഭീര സമ്മേളനം നടന്നു. പെരിന്തൽമണ്ണ ഹൈസ്കൂളിൽ ഗ്രൗണ്ടിൽ 10,000 പേരെ സംബന്ധിച്ചു. ഇതവിടെ കൊണ്ടുപോയി സമ്മേളനം നടക്കുന്നു. ഇന്ന് നാളെ സമ്മേളനം നടക്കുകയാണ്. ഇനി തുടർച്ച വരും ഇത് കേരളം മുഴുവനും. എന്ത് പറയാൻ, സയ്യിദ് നൂർ ഷാ തങ്ങൾ നടന്ന ദൗത്യം അത് കേരള മുസ്ലിം സമൂഹത്തിൻ്റെ നേട്ടങ്ങൾക്ക് വഴിവെച്ച് സയ്യിദ് നൂർ ഷാ തങ്ങളുടെ ആഗമനമായിരുന്നു. അത് വസ്തുതയാണ്. 1954 കേരളത്തിലെ സമൂഹത്തെ ചിത്രം എന്താ? ഇവിടെ സാമ്പത്തികമായിട്ട് അരക്ഷിതാവസ്ഥ, സാമൂഹികമായിട്ടുള്ള അരക്ഷിതാവസ്ഥ കാലഘട്ടത്തിൽ 1955 തലശ്ശേരി കോൺഫറൻസ് നടത്തിക്കൊണ്ട്, തെരീക്കത്ത് കോൺഫറൻസ് നടത്തിക്കൊണ്ട്, ആ തെരീക്കത്ത് കോൺഫറൻസ് നടത്താൻ അവിടുത്തെ സമസ്തയിലെ ഉലമാക്കളും അവിടുത്തെ തലശ്ശേരിയിലെ മുദരിസുമാരും പണ്ഡിതന്മാർ തന്നെയാണ് മുന്നിട്ട് ഇറങ്ങിയത്. ആ സമ്മേളനത്തിൽ ജാമിയ നൂരിയ പ്രഖ്യാപിച്ചു, കോളേജ് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപിക്കുമ്പോൾ അങ്ങനെ ഒരു കോളേജ് സങ്കല്പം നമ്മുടെ ഇവിടുത്തെ പണ്ഡിത നേതൃത്വത്തിനോ ഉമറാക്കൾക്കോ ഉണ്ടായിട്ടില്ല. അത് വലിയൊരു വിപ്ലവകരമായ പ്രഖ്യാപനമായിരുന്നു. ആ പ്രഖ്യാപനം ആ കോളേജിന്റെ സവിശേഷത വിവരിച്ചതോടുകൂടി മഹാനവറുകളുടെ മുരീദ് കറാച്ചി ബാപ്പുവാജി സ്റ്റേജിലെ കാര്യം വന്നുകൊണ്ട് അക്കാലത്ത് 1955 100 രൂപ പോലും കിട്ടാൻ പ്രയാസമുള്ള, കാണി കാണാൻ പ്രയാസമുള്ള ആ കാലഘട്ടത്തിൽ കറാച്ചി ബാപ്പുവാജി ആ സ്റ്റേജിൽ വരുന്നുകൊണ്ട് 1 ലക്ഷം റുപ്യ കോളേജിന് സംഭാവന നൽകി. ബഹുമാനപ്പെട്ട സൂര്യ ഷാ നൂർ റഹ്മത്തിന്റെ സഹോദരൻ സുലൈമാൻ ഹാജി എറണാകുളത്തുള്ള 1200 രൂപ സംഭാവന നൽകി. 1 ലക്ഷം രൂപയുടെ സംഭാവന ഓഫർ ചെയ്തതോടുകൂടി കോളേജ് യാഥാർത്ഥ്യമാകുമെന്നുള്ള സങ്കല്പം മാറി യാഥാർത്ഥ്യമെന്ന് വിശ്വാസം വന്നു. മാത്രമല്ല കോളേജിന് സ്ഥലം കിട്ടിയിട്ടില്ല, പ്രഖ്യാപനം നടന്നിട്ടുള്ളൂ. ഷെയ്ഖുനാ നൂർ ഷാ തങ്ങൾ ആ വേദിയിൽ വെച്ച് പ്രഖ്യാപിച്ചു, വരാനിരിക്കുന്ന കോളേജിന്റെ പേര് എന്താ പറഞ്ഞത്, ജാമിയ നൂരിയ എന്നായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ആര്? ഷെയ്ഖുനാ നൂർ ഷാ തങ്ങൾ. ആ യോഗത്തിൽ വെച്ച്. കോളേജ് വന്നിട്ടില്ല കേട്ടോ. മാത്രമല്ല ആ കോളേജിന്റെ പ്രിൻസിപ്പൽ EK അബൂബക്കർ മുസ്ലിയാരാണ് എന്ന് അവിടെ പ്രഖ്യാപിച്ചു. അന്ന് EK ഒരു ചെറുപ്പക്കാരന് കടന്നു വരുന്നേ ഉള്ളൂ. സമസ്ത നേതാക്കന്മാരെ അന്ന് പ്രഗത്ഭരായ പണ്ഡിതൻ നേതൃത്വം നിര അവിടെ ബേക്കലുണ്ട്. അവരൊക്കെ പരിഗണിക്കാണ്ട് ഷെയ്ഖുനാ നൂർ ഷാ തങ്ങൾ EK ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇദ്ദേഹമാണ് പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞപ്പം EK പോലും അന്ന് വിചാരിച്ചിട്ടുണ്ട് ആ സംഭവം. ചരിത്രം ആരംഭിക്കണോടും 1963 കോളേജ് ആരംഭിച്ചു. ബഹുമാനോട് ബാഫക്കി തങ്ങളുടെ നേതൃത്വത്തിൽ ആര് നിയോഗിച്ചു? സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ നിയോഗിച്ചത് ഷെയ്ഖുനാ തങ്ങൾ തന്നെയാണ്. കാരണം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളും ഷെയ്ഖുനാ നൂർ ഷാ തങ്ങളുടെ ബന്ധം അഭേദ്യമായിരുന്നു. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ വഫാത്ത് മക്കത്ത് വെച്ചാണ് 1973 ഹജ്ജിന് പോകുമ്പോൾ. ആ ഹജ്ജിന് പോയത് എങ്ങനെ? അബ്ദുറഹ്മാൻ ബാഫക്കി നേരെ ഹൈദരാബാദിൽ പോയി ഷെയ്ഖുനാ തങ്ങളെ കണ്ടതിന് ശേഷമാണ് ഹജ്ജിന് പുറപ്പെട്ട്. അത്രമാത്രം അടുത്ത ബന്ധം. കഴിഞ്ഞു, കോളേജ് ആരംഭിച്ചു. 1965 1-ാം വാർഷികം. ആരാ സന്നദ്ധാനം കൊടുക്കുന്നത്? ആ സ്ഥാപകനായ നൂർ ഷാ തങ്ങൾ തന്നെയാണ്. ഭരണഘടന ഉണ്ടാക്കി. ആ ഭരണഘടനയിൽ പ്രസിഡന്റ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളാണ്. ആജീവാനന്ദ വൈസ് പ്രസിഡന്റ് അവിടെ രേഖപ്പെടുത്തി സ്ഥാപകനായ. ഭരണഘടനയിൽ ഇതൊക്കെ വസ്തുനിഷ്ഠമായ കാര്യങ്ങളാണ്, കളവ് പറയില്ല, പരിശോധിക്കാൻ പറ്റും നിങ്ങൾക്ക്. ആ ഭരണഘടനയിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയൊരു കാര്യം, കോളേജിന്റെ സ്ഥാപകനായ സയ്യിദ് നൂർ ഷാ തങ്ങൾ ഇതിന്റെ ആജീവാനന്ദ വൈസ് പ്രസിഡന്റ് ആണെന്നാണ് രേഖപ്പെടുത്തിയത്. ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്, ഞാനേ കിടക്കല്ല. അങ്ങനെ കേരളത്തിൽ വന്ന് ജാമിയ നൂരിയ ഉണ്ടാക്കി. ആ ജാമിയ നൂരിക്ക് ശേഷം ഉണ്ടായ കോളേജുകളാണ് ബാക്കിയുള്ളതൊക്കെ. ഇതൊക്കെ ആരുണ്ടാക്കിയ വിപ്ലവമാണ്. മാത്രം എത്ര മദ്രസകൾ, എത്ര പള്ളികൾ. കുട്ടിയസനാജ് ആ ഒരു പടയോട്ടം, ഒരു തേരോട്ടം അവിടെ നടത്തിയത് കേരളത്തിന് മുഴുവനും. മദ്രസ ഇല്ലാത്ത മദ്രസ ഉണ്ടാക്കി, പള്ളിയില്ലാത്ത പള്ളി ഉണ്ടാക്കി, ഓലമേഞ്ഞ മദ്രസകൾ, ഓലമേഞ്ഞ പള്ളികൾ. കുട്ടിയസനാജിയുടെ പ്രസംഗ വൈഭവം കൊണ്ടും ഇടപെടൽ കൊണ്ടും ഓടിട്ട് ഭദ്രമാക്കി. അതും കേരളത്തെ ചരിത്രമാണ്. മാത്രമല്ല ഷെയ്ഖുനാ നൂർ ഷാ തങ്ങൾ ഭൂഭാഷാ പണ്ഡിതനായ കുട്ടിയസനാജിയെ പോണ്ടിച്ചേരിയിലെ
മൗലാന സയ്യിദ് ഫാറൂഖ് മൗലാന ഈ രണ്ട് വ്യക്തികളെയും ലോക പര്യടനത്തിന് അയച്ചു. ലോക പര്യടനം രണ്ട് ഘട്ടത്തിൽ. ഒരു ഘട്ടത്തിൽ ആദ്യഘട്ടം, പിന്നെ ആദ്യം ആഫ്രിക്കൻ കണ്ടിന്റെ ഒരു ഭാഗം, ചൈന, ഹോങ്കോങ് വരെ അതിൽ വരും. രണ്ടാമത്തെ ഘട്ടത്തിൽ ബ്രിട്ടൻ തുടങ്ങി യൂറോപ്യൻ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ, ഇന്തോനേഷ്യ, എത്യോപ്യ തുടങ്ങിയ ഒരുപാട് രാഷ്ട്രങ്ങൾ, സുഡാൻ അടക്കം ഒരുപാട് രാഷ്ട്രങ്ങൾ സഞ്ചരിച്ചവർ ദീനി തബ്ലീഗിന് വേണ്ടി ശൈഖുനാഥങ്ങൾ വിട്ടതാണ്. ഇത് ചരിത്രത്തിൽ രേഖയാണ്. ആരാണ് ഷെയ്ഖ് നൂർ ഷാ തങ്ങൾ? ഈ കാണുന്ന ഇവർ പറഞ്ഞ ആരൊക്കെ മുമ്പ് പറയുന്ന ചിത്രം പഠിക്കാണ്ട് നമുക്ക് പഠിക്കാനുള്ള വ്യക്തിത്വമാണ് മഹാനായ ഷെയ്ഖ് നൂർ ഷാ തങ്ങൾ. കൂടെ പോയ സയ്യിദ് ഫാറൂഖ് മൗലാന ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. പോണ്ടിച്ചേരി പോയാൽ കാണാൻ പറ്റും. സംശയമുള്ളവർ ചോദിക്കട്ടെ, ഇപ്പോഴുള്ള ജീവിച്ചിരിക്കേണ്ടവർ ഫാറൂഖ് മൗലാന പോണ്ടിച്ചേരിയിൽ. അപ്പം അങ്ങനെ ഭൂമുഖ പ്രതിപാദനായ യുഗപ്രഭാവനായ സയ്യിദ് നൂർ ഷാ തങ്ങൾ കേരളത്തിൽ വന്നു. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ മാറ്റങ്ങൾ വരുത്തി. അത് ഇവിടെ മാത്രമല്ല, ഹൈദരാബാദിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഹൈദരാബാദ് സുന്നത്തി ജമാഅത്തിന് തേരാളിയും പടവാളുമായിരുന്നു ശൈഖുനാഥ തങ്ങൾ. അവിടെ നമുക്കറിയാം ചാർമിനാർ കാണാത്തവർ ഹൈദരാബാദ് പോയതൊക്കെ ചാർമിനാർ കാണും. ആ ചാർമിനാറിനടുത്ത് വലിയൊരു പള്ളിയുണ്ട്, മക്ക മസ്ജിദ്. സ്വാതന്ത്ര്യം കിട്ടി 47 സ്വാതന്ത്ര്യം ഹൈദരാബാദ് ഇന്ത്യയിൽ വന്നിട്ടില്ല. 1948 സർദാർ വല്ലഭായ് പട്ടേൽ പട്ടാള ഉപരോധം ഏർപ്പെടുത്തി. നിസാം രാജ അവിടെ ഭരിക്കുന്നത്. ആ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഹൈദരാബാദ് ഇന്ത്യയിലേക്ക് ചേർത്തിയത്. ആ ഘട്ടത്തിൽ അരക്ഷിതാവസ്ഥ, ഒരു സാമൂഹികമായ ഒരു അരക്ഷിതാവസ്ഥയും എല്ലാ നിലക്കും ദുർബലമായ ഒരു പ്രദേശമായിരുന്നു ഹൈദരാബാദ്. കാരണം രാജഭരണം അവസാനിച്ചു, ഇന്ത്യയിലേക്ക് ചേർന്നു. ഒരുപാട് പേരവിടെ വഴിയാധാരമായിട്ടുണ്ട്. ഒരു സാംസ്കാരികമായ ഒരു പ്രശ്നം അവിടെ വന്നിട്ടുണ്ട്. ആ ഘട്ടത്തിലാണ് ഷിയാക്കളാക്കാർ, നമുക്കറിയാം ഇന്ത്യ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഭാഗതയെ നിർണ്ണയിക്കുന്നതിൽ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായാലും ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിരിക്കും ഷിയാക്കളായിരുന്നു നേതൃത്വം കൊടുത്തിരുന്നത്. ഹൈദരാബാദിലെ ഷിയാക്കൾ മക്ക മസ്ജിദിന് മുന്നിൽ അവകാശം ഉന്നയിച്ച് മുന്നോട്ട് വന്നു. ഷിയാക്കളെ പ്രതിരോധിക്കാൻ അവിടെ സുന്നത്ത് ജമാഅത്തിന് ഒരു സംഘടനാ ശേഷി ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ നേതൃത്വം അവിടെ ഇല്ല. അവിടെ ഈ ഷിയാക്കളെ വക്കീലന്മാർ കോടതിയിൽ മുന്നോട്ട് പോവുകയാണ്. ആ പള്ളി ഷിയാക്കളെ കീഴിൽ വരുമെന്ന് കണ്ടപ്പം ഈ ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിലെ മുഫ്തിമാരും അവിടുത്തെ സുന്നത്ത് ജമാഅത്ത് പണ്ഡിതന്മാരും ഷെയ്ഖുനാ നൂർ ഷാ തങ്ങളെ ചെന്ന് കണ്ടു. ഷെയ്ഖുനാ ഇതിൽ ഇടപെടണം. ഷെയ്ഖുനാ ഏറ്റു, ഞാൻ ഏറ്റോളാം. കേസ് ഷെയ്ഖുനാ തങ്ങൾ തന്നെ വാദിച്ചു. ഷിയത്ത് സയ്യിദ് അലി അള്ളാഹുവിന്റെ പിൻഗാമികൾ യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ ആൾക്കാരാണെന്ന് ഷെയ്ഖുനാ തങ്ങൾ കോടതിയിൽ സമർത്ഥിച്ചു. പ്രഗത്ഭരായ ഷിയ വക്കീലന്മാർ പോലും പതറിപ്പോയി. കോടതി സുന്നികൾക്ക് അനുകൂലമായിട്ട് വിധി വന്നു. ഇന്നും മക്ക മസ്ജിദ് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നടക്കുന്ന പള്ളിയാണ്. ഇത് ഹൈദരാബാദ് ചരിത്രം. അതിന് എത്ര ചരിത്രം പറയാനുണ്ട്. ആ മഹാമനീഷ്യന് ഇവിടെ ചിലർ പല രൂപത്തിൽ ദുർവ്യാഖ്യാനിക്കുകയാണ്. ആ ചരിത്രം ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഞങ്ങളതാണ് ഇപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത്. ആ ഷെയ്ഖുനാഥ് ചരിത്രം പറയുന്ന ചെറിയ കൊച്ചു പുസ്തകം ഇവിടെ ഇൻഷാ അല്ലാഹ് ഇറങ്ങും. മലയാളക്കരയിൽ ഷെയ്ഖുനാഥുകൾ 1951 വന്നതിന് ശേഷം ഇതുവരെ 90 വഫാത്താവുന്നവരെ കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും ഷെയ്ഖുനാഥുകൾ എത്തിയിട്ടുണ്ട്. തുരീഖത്തിലെ പരിപാടിക്ക് മാത്രമല്ല, സുന്നത്ത് ജമാഅത്തിന്റെ വേദികളിൽ, മദ്രസ വാർഷികങ്ങളിൽ, യത്തീംഖാന വാർഷികങ്ങളിൽ, സമസ്ത കേരള ജമിയത്തിലെ വാർഷിക സമ്മേളനങ്ങളിൽ, സമസ്തയുടെ 100ാം വാർഷികം കാസർഗോഡ് കുനിയില ഇവിടെ നടന്നു കഴിഞ്ഞ മാസം, ഇല്ലേ? നമ്മളാരും കേട്ടതാണ് 100ാം വാർഷിക സമസ്തന്റെ. ആ കുനിയിൽ ആ വാർഷികം നടന്നപ്പം കാസർഗോഡ് അതിന് മുമ്പൊരു വാർഷികം നടന്നിട്ടുണ്ട് 1963 സമസ്തയുടെ വാർഷികം. പക്ഷേ ആ 1963 വാർഷികം, ആ വാർഷികാഘോഷത്തിൽ അധ്യക്ഷം വഹിച്ച മഹാരഥനെ അവർ കാണിക്കുന്നില്ല. വേറെ ആരായിരുന്നു അധ്യക്ഷം വഹിച്ചത്? ആ 1963 സമസ്ത വാർഷിക യോഗത്തെ അധ്യക്ഷം വഹിച്ച ബഹുമാനായ സയ്യിദ് നൂർ ഷാ തങ്ങളായിരുന്നു. ആ ചരിത്രം അവിടെ മൂടി വെക്കുകയാണ്. പിന്നെ എത്ര ചരിത്രം? 1972 തിരുനാവായ സമ്മേളനം, സമസ്തയുടെ വാർഷിക സമ്മേളനം. ആരാ അധ്യക്ഷം വഹിച്ചത്? ഷെയ്ഖുനാ നൂർ ഷാ തങ്ങൾ. ആരാ സംവിധാനം നിർവഹിച്ചത്? ഷെയ്ഖുനാ നൂർ ഷാ തങ്ങൾ. 3 സമ്മേളനമാണ്. ഒരു ദിവസം സുന്നി വനിതാ സംഘടന വാർഷിക സമ്മേളനം,
അല്ല അതിൽ ആരാണ് സ്വാതസംഘം ചെയർമാൻ? പാണക്കാട് PMS പൂക്കോത്തങ്ങൾ. ആരാണ് സ്വാതസംഘം സെക്രട്ടറി? 1972 കുറഞ്ഞ വലിയ കാലമൊന്നും ആയിട്ടില്ല. 1972 സമസ്ത വാർഷിക സമ്മേളനത്തിന് സ്വാതസംഘം പ്രസിഡന്റ് പാണക്കാട് PMS പൂക്കോത്തങ്ങൾ. സെക്രട്ടറി കിളിയമണ്ണിൽ മൊയ്തു ഹാജി. ആരാ കിളിയമണ്ണിൽ മൊയ്തു ഹാജി? ഷേഖുനയുടെ ഖലീഫ, സിൽസില നൂരിയയുടെ കേരളത്തിലെ പ്രഥമ ജനറൽ സെക്രട്ടറി. അവരല്ലേ പരിപാടി നടത്തിയത്? ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമല്ലേ? എന്തുകൊണ്ട് മൂടിവെക്കപ്പെടുന്നു? അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരുപാട് ചരിത്രം പഠിക്കാനുണ്ട്. എവിടെയൊക്കെയോ മൂടി വെക്കപ്പെടുന്നുണ്ട്. അത് തുറക്കപ്പെടും. കാരണം ഔലിയാക്കന്മാരുടെ കാര്യം അള്ളാഹുത്താല ഏറ്റവും ഏറ്റെടുത്താണ്. നടത്തും, ഞങ്ങളെ ബോധ്യപ്പെടുത്തും. കളവ് പറഞ്ഞവർ, മൂടിവെച്ചവർ അവസാനം മടങ്ങി പോകേണ്ടി വരും. മാത്രമല്ല, ഇൻഷാ അല്ലാഹ് നോക്കിക്കൊണ്ട് വെല്ലുവിളിക്കുകയാണ്. അവരിൽ തന്നെ സത്യം തുറന്നു പറയുന്ന വിഭാഗം ഉയർന്നു വരും. കാലം അതുകൊണ്ടാണ്. കാലം മറുപടി പറയും. കാലം മാപ്പ് നൽകില്ല, മറുപടി പറയും. നമ്മൾ പറയണ്ട, അവർ തന്നെ പറയും. ഞാനീ പറയുന്നത് വെച്ചാൽ കുറ്റപ്പെടുത്താനല്ല, വസ്തുതകളെ മറച്ചു വെച്ചുകൊണ്ട് സമുദായത്തിൽ ദീനീയ പ്രവർത്തനം നടത്തുന്നത് അപഹാസ്യമാണെന്ന് പറയാനാണ്. ഏതായാലും അതിന് കിടക്കല്ല. നമ്മുടെ നേതാക്കന്മാരെ ഇങ്ങനെ പറയാൻ അനുവദിക്കാറ്. പക്ഷേ എൻ്റെ ശൈലി അങ്ങനെ ആയതുകൊണ്ട് പറഞ്ഞു വേണം. ദയവ് ചെയ്ത് പറഞ്ഞ് മാപ്പാക്കണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഏതായാലും എൻ്റെ സംസാരം അതിലേക്ക് വിടുന്നില്ല. ബഹുമാനപ്പെട്ട ശൈഖുനാഥങ്ങളുടെ ആ വരവിൻ്റെ പ്ലാറ്റിനം ആഘോഷത്തിൻ്റെ ഭാഗമായി നടക്കുന്ന സമ്മേളനമാണ്. നേതൃത്വം കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട ശൈഖുന ഗൗസുൽ 23ാമത്തെ പൗത്രൻ സയ്യിദ് അഹമ്മദ് മുഹീദ്ദീൻ ജീലാനി നൂർഷാ സാനി തങ്ങളാണ്. മഹാനാറുകളോട് എത്തിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ശൈഖുന നൂർഷാ തങ്ങൾക്ക് ശേഷം കേരളത്തിൽ വിപ്ലവം സൃഷ്ടിച്ചൊരു മഹാൻ ആയിരുന്നു സയ്യിദ്ന ഷെയ്ഖ് ആരിഫുദ്ദീൻ ജിലാനി തങ്ങൾ. ആരിഫുദ്ദീൻ ജിലാനി തങ്ങൾ പോകാത്ത സ്ഥലം ഇവിടെ കേരളത്തിലില്ല. കൊണ്ടോട്ടി എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇവിടെ മലപ്പുറം ജില്ല മഞ്ചേരി, നിലമ്പൂർ തുടങ്ങി ചമ്മാട് തുടങ്ങി എല്ലാ പ്രദേശം, പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ, പാറപ്പുറം, എവിടൊക്കെ എടപ്പാൾ തുടങ്ങി എല്ലാ മിക്കവാറും സ്ഥലങ്ങളിൽ ഷെയ്ഖുന ആരിഫുദ്ദീൻ തങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. എന്താ കാരണം അത്രമാത്രം വലിയ വിപ്ലവം. നൂറുശതങ്ങൾക്ക് ശേഷം ഈ ത്വരീഖത്ത് അസ്തമിച്ചു പോകുമെന്ന് സങ്കല്പിച്ചവർക്കുള്ള മറുപടിയായിരുന്നു ഷെയ്ഖുന ആരിഫുദ്ദീൻ തേരോട്ടം. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, വിദേശ രാഷ്ട്രങ്ങളിൽ, സൗദി അറേബ്യ, ഗൾഫ് രാഷ്ട്രങ്ങളിൽ, സിംഗപ്പൂർ, മലേഷ്യ, ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ സിൽസില പടർന്നു പന്തലിച്ചു. അവിടെ കുറച്ച് ആൾക്കാരല്ല, ആയിരക്കണക്കിന് ആൾക്കാരാണ് ഷെയ്ഖുനാഥങ്ങളുടെ സംസാരം കേൾക്കാൻ കേരളത്തിലും തമിഴ്നാട്ടിലും മഹാരാഷ്ട്ര. നിങ്ങൾ പോയാൽ അംബർനാഥ് പോയാൽ അറിയാൻ പറ്റും. മഹാരാഷ്ട്ര വലിയ വലിയ ഗംഭീര സമ്മേളനങ്ങൾ നടക്കുന്നു. ഇപ്പോഴും ആ ദൗത്യം 32 വർഷക്കാലം ഷെയ്ഖുന ആരിഫുദ്ദീൻ ജിലാനി തങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ ലോകത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ചത്. ഒരുപാട് ചെറുപ്പക്കാർ, അഭ്യസ്തവിദ്യർ, ഒരുപാട് ബിരുദധാരികൾ, ദീനീ ബിരുദധാരികൾ, ഒരുപാട് ഫൈസിമാർ, ഒരുപാട് വഹബിമാർ, ഒരുപാട് ഈ പണ്ഡിത സഭയിൽ നിന്ന് വന്ന കേന്ദ്രത്തിൽ നിന്ന് വന്ന ഒരുപാട് പണ്ഡിതന്മാർ, ഷെയ്ഖുനാഥങ്ങളുടെ മുരീദന്മാരെ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇത് അവസാനിക്കുന്നൊരു ഘട്ടമല്ല. ഷെയ്ഖുന നൂർഷാ തങ്ങൾ പറഞ്ഞു, എൻ്റെ സിൽസിലക്ക് 100 കൊല്ലത്തിന് ഒന്നും പറ്റൂല എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ് നിർത്തുകയാണ്. ആ സിൽസില എന്താ വളർന്നുകൊണ്ട് ഇപ്പം ചെയ്ത അഹമ്മദ് മുഹീദ്ദീൻ നൂർഷാ സാനിയുടെ നിന്നും അതാ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മഹാനോട് വരുന്നുണ്ട് തിരക്ക് പിടിച്ച സമയത്ത്. എവിടെയും സമയമില്ല. ഇത് തൊട്ട് മുമ്പ് ബോംബെയിലായിരുന്നു. അജ്മീറിൽ പോയി, ഡൽഹിയിൽ പരിപാടി കഴിഞ്ഞ് നാട്ടിൽ ഹൈദരാബാദിൽ എത്തിയുള്ളൂ. കേരളത്തിലേക്ക് വരികയാണ്. ഇൻഷാ അല്ലാഹ് നാളെ ഷെയ്ഖുനാരുടെ കീഴിലുള്ള ഹജ്ജ് ഗ്രൂപ്പ് ഇവിടുത്തെ യാത്ര ആവുകയാണ്. ഈ പരിപാടിയുടെ ഭാഗമായി ഷെയ്ഖുനാൾ പോകുന്നില്ല. 2 ദിവസം കഴിഞ്ഞ് ഷെയ്ഖുനാൾ വീണ്ടും ഹജ്ജ് പോകും. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും എല്ലാ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം മഹാനവർകൾ നമുക്ക് വേണ്ടി ഒരു സമയമാണ് 2 ദിവസത്തെ പ്രോഗ്രാം. ഈ പ്രോഗ്രാമിൽ ബഹുമാനപ്പെട്ടവർ നമ്മൾ അഭിസംബോധന സംസാരിക്കും. എല്ലാവരും അത് ശ്രവിക്കണം, ഉൾക്കൊള്ളണം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അവരുടെ ഫൈദാൻ കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കട്ടെ. നമ്മളിന്ന് മറന്നുപോയ നമ്മുടെ മഹാന്മാരുടെ മതഭേദം കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഈ സംഗമം നമുക്ക് 2 ലോകത്തും വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വന്ന എല്ലാവരെയും, ഷെയ്ഖുനാഥങ്ങളെയും ഉസ്താദുമാരെ മുഴുവനും വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈ വേദിയിലേക്ക്, ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.